I'm married. You? Yeah. You're married? Yes, I'm married. I want you. 5 മിനിറ്റ് കൂടി തന്നാ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ. എന്താ ഇവനൊക്കെ വേണ്ടേ? വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ പറയും ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്. ഹായ്, ടിൻ പെൻ സ്റ്റോറീസിൻ്റെ കെനിയ എക്സ്പെഡീഷൻ സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം പറഞ്ഞ പോലെ നമ്മൾ തിരിച്ച് നൈറോബി എത്തി കേട്ടോ. ഇന്ന് നമ്മൾ നൈറോബിയിൽ നിന്ന് ഇക്വേറ്റർ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും കെനിയയുടെ ഒരു വലിയ പാർട്ട് ഇക്വേറ്ററിന് താഴെയാണ്, അതായത് സദേൺ ഹെമിസ്ഫിയറിലാണ് നമ്മളുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് സദേൺ ഹെമിസ്ഫിയറിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വൈൽഡ് എസ്കേപ്പിലെ അതുൽ, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിരുന്ന ശരത്തങ്ങളുണ്ടല്ലോ, ശരത്തങ്ങളുടെ മകനാണ് അതുൽ. അപ്പോൾ അതുലും ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ്. അപ്പോൾ അതുൽ പറഞ്ഞു ഇന്ന് നമുക്ക് ഇക്വേറ്റർ കാണാൻ പോകുന്നത്. അപ്പോൾ അതിലും ഞാൻ മാത്രമല്ല, ഇന്ന് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ഇതല്ല കേട്ടോ, ഇത് ഇവരുടെ സ്റ്റാഫാണ്. എൻ്റെ മുടി കണ്ടോ, ഇത് രസമാണ് ചെയ്തേക്കണേ. അപ്പോൾ അവരുടെ ആക്ച്വൽ മുടിയിലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കാണ്. ഇതാണ് രമേശ് ഏട്ടൻ. ഹായ്. അപ്പോൾ രമേശ് ഏട്ടൻ ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അതായത് സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കോപ്പർനിക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ഫിലിം ഏജൻസി പോലെ. ഓക്കെ. അപ്പോൾ ചേട്ടൻ അതുലിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ ഒന്ന് കെനിയ ഇറങ്ങാൻ വേണ്ടി വന്നാണ്, എന്തോ ബിസിനസ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ഇതെന്താണ്, പുതിയ ലോഗോ ആണല്ലേ? പുതിയ മെർച്ചൻഡൈസ്. അപ്പോൾ വൈൽഡ് എസ്കേപ്പിൻ്റെ ഒരു ലോഗോ ഒക്കെ മാറ്റി കേട്ടോ. നമ്മൾ വന്ന ദിവസം ഈ വണ്ടി ഉണ്ടല്ലോ, സഫാരി വെഹിക്കിളിൻ്റെ സൈഡിൽ വേറെ ലോഗോ ആയിരുന്നു. അപ്പോൾ പുതിയ ലോഗോ ഒക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്പാണ്. ക്യാപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് എത്ര പേരുണ്ട് ഇക്വേറ്റർ? നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂർ ഡ്രൈവ്. ഓക്കെ. 1 മണിയാകുമ്പോഴേക്കും 200 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ കഷ്ടിച്ച്. പുറകിലൊരാൾക്ക് നാണാണ് സംസാരിക്കാൻ. നമ്മളിപ്പോൾ നൈറോബിയിൽ നിന്ന് നന്യൂക്കിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നന്യൂക്കിയിൽ പോയിട്ട് ഇക്വേറ്റർ കാണുന്നത് മാത്രമല്ല, നമുക്ക് നന്യൂക്കിയിൽ നിന്ന് കഴിഞ്ഞാൽ മൗണ്ട് കെനിയയുടെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ മൗണ്ട് കെനിയയിലത്തെ ടോളസ്റ്റ് മൗണ്ടൻ ആണ്, ആഫ്രിക്കയിലത്തെ 2nd ടോളസ്റ്റ് ആണ്, അതായത് കിളിമഞ്ചാരോ കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് കൂടാണ്ട് അതുൽ ബ്രോ നമ്മളെ ഈ പോകുന്ന വഴിക്ക് ചില ലോക്കൽ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോകുന്ന വഴി വണ്ടി ഒന്ന് സൈഡാക്കിയതാണ് കേട്ടോ. ചുറ്റും ആൾക്കാർ ദേ പൈനാപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ? 250. hata si 300, 250 kubwa kabisa hiyo. Hiyo kubwa kabisa. Shika hii kubwa. Shika hii kubwa. Kwa sana. Habari asubuhi moja. Nua kama 5. Shika mimi nitatengeneza bei. Shika. 5 ngoja. Ile. Kape 800. Shika. Sawa. ഒരു പഴുത്തതും ഒരു ആവാറായി കൊടുക്കാം. അതൊക്കെ ഞാൻ കൊടുക്കാം. ഇവരെന്താ ചെയ്യണമെന്നറിയോ, ഇവിടെ വാനിലൊക്കെ പൈനാപ്പിൾ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന വാനിൻ്റെ അകത്ത് നിറച്ച് പൈനാപ്പിളാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് കുറച്ച് പുറത്ത് ഇങ്ങനെ കുടയൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വിൽക്കും. ബാക്കിയുള്ളത് ഇങ്ങനെ റോഡിൽ നിൽക്കും. വണ്ടികൾ സൈഡാക്കുമ്പോൾ ഇങ്ങനെ വണ്ടിയുടെ സൈഡിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ട്, എന്തോ തരം ലെമൺ, ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. പുറകിൽ ഒരാൾ വേറെ വില ചോദിക്കുന്നുണ്ട്. അതെന്താ, ചക്കയോ? അല്ല, പൈനാപ്പിൾ മുറിച്ച പൈനാപ്പിളും ഉണ്ട് കേട്ടോ. മറ്റേത് 500 പൈനാപ്പിൾ 2 എണ്ണല്ലേ? അപ്പൊ 900. അവക്കാഡോ 100. So ini 8 plus 1 na machungwa 100. So 1000. Umenunua mama. Ayo. യുദ്ധം കഴിഞ്ഞു. നച്ചുങ്ങോ നിങ്കാപ്പി? മച്ചുങ്ക മിയ. മച്ചുങ്ങോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇത് ഓറഞ്ച്, വലിയ ഓറഞ്ച്. നിങ്കാപ്പി എത്രയാ? ഓക്കെ. ഈ അതുലുണ്ടല്ലോ 3 മാസം ഉള്ളപ്പോൾ കെനിയയിൽ വന്നാട്ടോ. പക്ഷെ അതുലിന്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതില് നാട്ടിൽ ജനിച്ചു വന്നിട്ട് ഈ അടുത്തുണ്ട് ഇവിടെ വന്ന പോലെ കേട്ടോ. നേരത്തെ പറഞ്ഞ കേട്ടാ 1000 900 എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണേ കണക്കൊക്കെ.
ഈ റോഡ് സൈഡിൽ കാണുന്ന ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാരും അല്ലാതെ ഉണ്ടല്ലോ ഈ വഴിയിൽ വേറെയും കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോയ റൂട്ടിൽ ആകെ ചോളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വാഴയുണ്ട്, ക്യാബേജ് ഉണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ അങ്ങനെ ബീൻസ്, അങ്ങനത്തെ പലതരം വെജിറ്റബിൾസ് ഒക്കെ ഗ്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്, 1800 മീറ്റർ അബോവ് സീ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് മൂന്നാറിൻ്റെ ഒക്കെ, എനിക്ക് തോന്നുന്നു മൂന്നാറിനേക്കാൾ ഒരു 10-200 മീറ്റർ അബോവ് സീ ലെവലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ കൂടെയാണ്. ഈവൻ നൈറോബി ആണെങ്കിലും അതെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന നന്യൂക്കി ആണെങ്കിൽ തന്നെ നൈറോബിനേക്കാൾ ഒരു 200 മീറ്റർ അബോവ് സീ ലെവൽ കൂടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ കൂടെയാണ്, കുറച്ച് മൗണ്ടനസ് ആയിട്ടുള്ളൊരു ടെറൈനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലാണ്ട് ചൂരൽ കസേര ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് റോഡിൻ്റെ അങ്ങേ സൈഡിലാണ്, ആ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നമുക്ക് കാണാവുന്നത് ഈ നഴ്സറി ഉണ്ടല്ലോ, പലതരം തൈകളും അങ്ങനെയൊക്കെ കുറേ വിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് കുറച്ചും കൂടി പോയിട്ട് സഗാന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നന്യൂക്കി പോകും അല്ലേ? നന്യൂക്കി പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പോകുന്ന വഴി സഗാന എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് സൈഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ചോമ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ചോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിൽഡ് മീറ്റ് കിട്ടുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രിൽഡ് മീറ്റ് കിട്ടുന്ന ആ ഒരു സോണിനാണ് ചോമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചോമ സോൺ എഴുതിയിട്ടുണ്ട്. മാംബോ സഗാന എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കണേ. അപ്പോൾ അതിലെന്തോ ഇവിടുത്തെ നമ്മൾ ഇത്രയും ദിവസമായിട്ട് ലോക്കൽ ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിലൊരു ഫുഡിയാണ്. അപ്പോൾ അതിൽ പറഞ്ഞു നമുക്ക് ഇനിയുള്ള കുറച്ച് ദിവസം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇവിടുത്തെ കെനിയൻ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് ചോമ സോൺ നോക്കി വന്നേക്കണേ കേട്ടോ. എന്തായിട്ടില്ല, ഓക്കെ. മാപ്പൊക്കെ നോക്കി നല്ല റിവ്യൂ ഉള്ള ഒരു സ്ഥലം നോക്കി വന്നതാണ് കേട്ടോ. ഇതിനു മുമ്പ് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ റിവ്യൂ ഉള്ളത് ഇതിനായിരുന്നു. അപ്പോൾ അതിലും ഈ ഒരു ഭാഗത്ത് ഓക്കെ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ അതിലും വലിയ പിടിയില്ല. താങ്ക് യു. മുന്നോട്ട് പോയി കിട്ടുമോ? അത് പിന്നെ കിട്ടൂല. നമ്മള് നന്യൂക്കിയിലേക്ക് കയറാണ്. നന്യൂക്കി എയർ സ്ട്രിപ്പ്. ഇനി നമുക്ക് അടുത്ത് തന്നെ നമുക്ക് ഇനി ഇക്വേറ്റർ നമ്മൾ എത്തും. ഇക്വേറ്റർ ലൈൻ എത്തും. ഓക്കെ. അപ്പോൾ ഇക്വേറ്റർ ലൈനിലെത്തിയിട്ട് നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ബസ് തുടങ്ങിയ ചെറുതായിട്ട് എനിക്ക് ബസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കണ്ടാട്ടോ ഈ നന്യൂക്കി എയർ സ്ട്രിപ്പ് കണ്ടില്ലേ? അവിടെ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ അധികം നന്യൂക്കിയിലേക്ക് ഫ്ലൈറ്റ്സ് കുറവല്ലേ? ഈ ചെറിയ എല്ലാം ചെറിയ എയർക്രാഫ്റ്റ്സ് ആണ് വരാം. നന്യൂക്കിയിലേക്ക് വരുമ്പോ സ്പെസിഫിക് ഡേയ്സിൽ മിനിമം എത്ര ആൾക്കാരുണ്ടാവണം. ഓക്കെ, അതിനനുസരിച്ചാണ് ഫ്ലൈറ്റ് പൊന്തുള്ളൂ. ഓക്കെ, എമർജൻസി ഫ്ലൈറ്റ്സ്. ഓക്കെ. ഇപ്പം ഇത്ര നേരം നമ്മൾ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ പാസ്റ്റർ ലാൻഡ്സ് പോലത്തെ സ്ഥലങ്ങളായതുകൊണ്ട് ഇങ്ങനെ ഒന്നുമില്ല, മരങ്ങളോ ചെടികളോ ഒന്നുമില്ല. ഈ പുല്ല് മാത്രമായിട്ട്, പിന്നെ കുറേ ഇങ്ങനെ പശുക്കളും ചെമ്മരിയാടൊക്കെ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് നടക്കുന്ന ഒരു സ്ഥലം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ നിന്നു. പക്ഷേ നിറച്ചും ക്ലൗഡ്സ് ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഒരു പേടിയുള്ളൂ. കാരണം നമുക്ക് കിളിമഞ്ചാരോ ഇതുപോലെ ക്ലൗഡ്സ് കാരണം കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ തന്നെ മൗണ്ട് പറ്റേണ്ടതാണ്. അതായത് നോക്കാം, നമുക്ക് മാക്സിമം പറ്റുന്നതാണ് പ്രതീക്ഷ. ഇപ്പോൾ ആ ഭാഗത്തൊന്നും കാണാനില്ല അല്ലേ? അതിൽ ആ സൈഡിലാണ് വരേണ്ടത്. വൈറ്റ് കോട്ട് അത് തന്നെയല്ലേ അല്ലേ? എൻ്റെ അടുത്ത് കുറേ നേരമായി പറഞ്ഞു ആരെങ്കിലും വൈറ്റ് കോട്ട് ഇട്ടിട്ട് ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയണം കേട്ടോ. കുറേ നേരമായി നോക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ വൈറ്റ് കോട്ടിട്ട് ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകണം. എന്താണ് ഉന്തുവണ്ടിയിൽ എന്ന് അതിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു തരും. ബോസ് സ്മോക്കി ആക്കുജാട്ടു എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടെന്നല്ല, അത് ഒരു തരം സോസേജ്. ഇവിടുത്തെ ആൾക്കാർ ഇതിനു മുമ്പ് ഞാൻ വീഡിയോസിൽ പറഞ്ഞില്ല, അവർ അത്ര ഹൈ ഇൻകമുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അവരൊരു നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ വണ്ടികളിൽ സോസേജുകൾ വിൽക്കും കേട്ടോ. അപ്പോൾ ഇത് 40 ശില്ലിങ്ങോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാർ ഒരു നേരം കഴിച്ചാണ് വിശപ്പ് എടുക്കണം. അപ്പോൾ അത് ഒരെണ്ണം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ വൈറ്റ് കൊട്ടിട്ട ആളുടെ കയ്യിൽ മാത്രമേ സോസേജ് ഉണ്ടാവുള്ളൂ. അല്ലാത്തവരുടെ കയ്യിൽ ഇതുപോലെ മുട്ട, സമോസ അങ്ങനെയൊക്കെ ഉണ്ടാവുക കേട്ടോ. ആദ്യം സോസേജ് ഒരു പേപ്പർ ബാഗിൽ വെച്ചു, കട്ട് ചെയ്ത് രണ്ടാക്കി. അതിലേക്ക് തക്കാളി, സബോള, ടൊമാറ്റോ, ഓനിയൻ ആൻഡ് just tomato ഓനിയൻ ഓക്കെ, അത് വെച്ചു. smoky ni 40 sina pilipili. niko na pilipili lakini ni kidogo. ഉപ്പിട്ടു. Kata ഇങ്ങനെ നല്ല ചൂടുണ്ടല്ലേ അതിന്? അതെങ്ങനെ ചൂടായിട്ടിരിക്കുന്ന? അടിയിൽ തീ ഉണ്ടോ? അടിയിൽ
കന്നലുണ്ടാവും അല്ലേ? ഭയങ്കര ചൂടാട്ടോ. മസ്റ്റ് ട്രൈ സാധനമാണ്. ഇതിനെ സ്മോക്കി എന്നാട്ടോ പറയണേ ഈ ഒരു സംഭവത്തിന്. കഴിച്ചു നോക്കട്ടെ കേട്ടോ, ഭയങ്കര ചൂടാട്ടാ. ഈ സൈഡ് എടുക്ക്, ഇതെടുക്ക. ഇല്ല അതിലൊരു മുട്ടയും കൂടി പറഞ്ഞിട്ടോ. ഇതിനെന്താ പറയാ? മയായി. മയേ. അപ്പൊ അതിലും ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് സബോളയും തക്കാളിയൊക്കെ വെച്ചിട്ട് തന്നിട്ടോ. ഞങ്ങളിവിടെ ഈ സോസേജ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 സ്ത്രീകൾ വന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടോ ചോദിച്ചു കേട്ടോ അതിൻ്റെ അടുത്ത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഫാമേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ കമ്പനിയാണ് സോസേജ് ഒക്കെ ഉണ്ടാക്കണേ. അപ്പോൾ അവർ ഇതുപോലെ ആൾക്കാർക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു കാർട്ടും കൊടുക്കും, ഈ കോട്ടും കൊടുക്കും, പിന്നെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഈ സോസേജും കൊടുക്കും. അപ്പോൾ ഇവർക്കൊരു പ്രൊമോഷനായി, അവർക്കൊരു ജോലിയായി. നല്ല കോൺസെപ്റ്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ള കോട്ടിട്ട ആൾക്കാരെ നമ്മൾ തപ്പി നടന്നത് കേട്ടോ. അപ്പോൾ മൊത്തം ഒരു വിൻ 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 സിറ്റുവേഷൻ അല്ലേ? കാരണം ജോലി കിട്ടുന്നു, അവർക്ക് സാധനങ്ങൾ വിറ്റ് പോകുന്നു, ചെറിയ വിലയ്ക്ക് ആൾക്കാർക്ക് ഭക്ഷണവും കിട്ടുന്നു. ആ പയ്യൻ്റെ പേര് ടൈറ്റസ് എന്നായിരുന്നു കേട്ടോ. പയ്യൻ അങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയി. ഇങ്ങനെ വണ്ടി ഓടിച്ച് മേരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗണ്ടിയിൽ ഗവനാസ് ഗ്രിൽ മക്കുട്ടാന എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയേക്കാം കേട്ടോ. അപ്പോൾ അവിടെ അത് എനിക്ക് തോന്നുന്ന ഗോട്ടാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ തൂക്കിയിട്ടങ്ങനെ കുറേ മീറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രിൽ മീറ്റ് കഴിക്കുന്നത്. വരുന്ന വഴിക്ക് നമ്മൾ ഇക്വേറ്റർ ക്രോസ് ചെയ്തു കേട്ടോ. കാണിക്കാതിരുന്ന വേറെ ഒന്നല്ല, ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ് ഇക്വേറ്ററാണ്. അപ്പോൾ അവിടെ പോയി നമുക്കെന്തോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കയറി കേട്ടോ. എന്താണെന്നാക്കി ഭൂമിയുടെ ഇക്വേറ്ററൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നേക്കാണ് ഫുഡ് അടിക്കാൻ. അപ്പോൾ അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് കേട്ടോ. നോക്കട്ടെ എന്തൊക്കെയാണ്. എന്തോ ഇൻഡസ്റ്റൈനൊക്കെ ഉണ്ട് അതിൽ. Jambo. Jambo. Jambo mingi. Hii iko tayari mzee. Kukatakata kukula. ബീഫാണോ അല്ലെങ്കിൽ മട്ടനാണോ? Good. Hii zote mzee. Oya Samido, unajira mweti adha ine. ഓ അടിപൊളിയുണ്ടല്ലേ, സൂപ്പർ ടേസ്റ്റ്. നിറച്ച് ഈച്ചയൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. സോ ബേസിക്കലി നമുക്ക് എന്ത് മീറ്റാണോ വേണ്ടത്, അപ്പോൾ അതിൻ്റെ അകത്ത് ചിക്കൻ ഉണ്ട്, എന്തൊക്കെയോ ഇൻഡസ്റ്റൈൻ ഉണ്ട്, പോർക്ക് ഉണ്ട്, ബീഫ് ഉണ്ട്. നമ്മൾ മീറ്റ് സെലക്ട് ചെയ്യുക, അതിൽ നിന്നൊരു ചെറിയ കഷ്ണം അവർ കഴിക്കാൻ തരും. അതിൻ്റെ സോൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോണൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ വേറൊരു ഗ്രില്ലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയോ ചപ്പാത്തി പോലെ എന്തൊക്കെയോ സാധനം കിട്ടും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് അതിൻ്റെ മുകളിലിട്ടേക്കാണ് ഒന്നും കൂടി ഒന്ന് ഇതായി വരാൻ. എല്ലാം ആടല്ലേ? ഇവിടെയാണ് കേട്ടോ എൻ്റെ റോ മീറ്റ് മൊത്തം കെട്ടി തൂക്കിയിട്ടേക്കണം ഇതിൻ്റെ അകത്ത്, ചില്ലിൻ്റെ കൂടിൻ്റെ. അപ്പോൾ ഇതൊക്കെ കൂടാണ്ട് ഇവിടെ ലിവർ, ബോയിൽഡ് എഗ്സ്, മുക്കീമോ, പിന്നെ എന്തൊക്കെയോ സാധനം എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റർ 4-5 അതിന് 3000 ഷില്ലിംഗ് ആണ്. ചിക്കൻ, ചോമ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ലോക്കലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് റെസ്റ്റോറൻ്റ് അകത്തേക്ക് കയറാം. ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. ബീഫിൻ്റെ എന്തോ ഗ്രേവി, പിന്നെ സമോസ, ഗ്രേവി അല്ല കേട്ടോ, ഫ്രൈ, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലോ. നല്ല സാധനങ്ങളാട്ടോ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ 1000 എത്രയാണ് കേട്ടോ റിവ്യൂ. ഇവിടെ അങ്ങനെ റിവ്യൂ ഒക്കെ ഭയങ്കര കുറവാണ് കാണുന്നത്. അപ്പോൾ 1000 എത്ര റിവ്യൂ ഉണ്ട്, 4.1 ആണ് സ്റ്റാർ. സംഭവം വന്നു കേട്ടോ. ഓഹോ, ഇതെന്താണ് ഫോട്ടോസ് ആണെന്നുണ്ടല്ലോ. ഇവിടെ എടുക്കണോ അവിടെ എടുക്കണോ എന്നുള്ള
നോക്കി അതിലെന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ അവരുടെ ഇതിൻ്റെ പീസ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി കേട്ടോ. മുക്കിമോല് ബീൻസ്, ചോളം, പൊട്ടേറ്റോ, ഉഗാലി, കോൺഫ്ലവർ, ഇഡ്ലി പോലെ ഉണ്ടാക്കുക, ഉപ്മാവ് പോലെ. ഉപ്മാവിൽ ഒന്നും ഇടുന്നില്ല. ബട്ട് അതിൽ നമ്മൾ റൈസ് ഫ്ലവറിന് പകരം കോൺഫ്ലവർ ഉപയോഗിക്കും. ഇത് കച്ചുംബാരി. കച്ചുംബാരിയിൽ ടൊമാറ്റോസ്, അനിയൻസ്, കൊറിയാൻഡർ, ഗ്രീൻ ചില്ലി. ഇത് നമ്മുടെ ചീര പോലത്തെ ഒരു ഇതാണ്, സ്പിനാച്ച് പോലെ. പിന്നെ ഞമച്ചോമ എന്ന് പറഞ്ഞ മീറ്റ്, ചോമ എന്ന് പറഞ്ഞ ഗ്രിൽ. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, ഉപ്പ് മസാലകളൊന്നുമില്ല. ഉപ്പുണ്ടെന്ന് തോന്നുന്നു. ഇല്ലില്ല, ഉപ്പ് നമുക്ക് സൈഡിൽ ഇട്ടുതരും. അല്ല, നമ്മളവിടെ ടേസ്റ്റ് ചെയ്തപ്പോൾ അതിന് ഉപ്പുണ്ടായിരുന്നു. ആ സൈഡിൽ ഉപ്പിട്ടരും. അല്ല, നമ്മളവിടെ ആദ്യം ഒരു പീസ് തന്നില്ലേ, അതിന് നല്ല ഉപ്പുണ്ടായിരുന്നു. അത് സൈഡിൽ ഉപ്പിട്ടുണ്ടായിരുന്നു. ഓ, അതിൽ മുക്കിയിട്ട് തന്നതല്ലേ? ഓക്കെ. ഉപ്പ് ഉണ്ടാവില്ലേ? ഇതെന്താ? അത് what is this? This is the fat of the total. ഫാറ്റ്. ഓക്കെ, അതിൻ്റെ ഫാറ്റ് മാത്രമായിട്ട്. പിന്നെ ഇത് കൂടാനുള്ള സൂപ്പ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3 ഗ്ലാസ് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട വേറെ ഗ്ലാസ്സുകളും കൊണ്ടുവന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ മട്ടൺ സൂപ്പാട്ടോ, അത് കുടിച്ചു നോക്കട്ടെ. അല്ല, അതന്നെ, വേറെ ഒന്നുമില്ല. അതായത് ഉപ്പും മട്ടണും കൂടി ഇട്ടിട്ട് ബോയിൽ ചെയ്ത് അങ്ങനത്തെ ഒരു സൂപ്പ്. ഇത് ശരിക്കും കണ്ട ഇഡ്ഡലി പോലെ ഉണ്ട് അല്ലേ? ഞാനിതിപ്പോൾ കഴിച്ചത് മറ്റേ ഇങ്ങനെ ബോൾ പോലത്തെ ഒരു ഷേപ്പിലായിരുന്നു. അത് തന്നെ. അതൊരു പീസ് ഉപ്പില്ലാതെ കഴിച്ചോ കേട്ടോ, ഫ്ലേവർ കിട്ടാൻ. ഇല്ലേ, ചെറിയൊരു ഉപ്പല്ലേ? ഇല്ല അല്ലേ? പക്ഷേ എനിക്കത് മീറ്റ് മാത്രമായിട്ട് നല്ല ഇഷ്ടമായി. ആ മീറ്റിൻ്റെ പീസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ ചീരയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനം പൈനാപ്പിൾ ഫ്ലേവേർഡ് ഫാൻഡ കേട്ടോ, അതും നല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അത് 1.6 kg ആയിരുന്നു കേട്ടോ മീറ്റ്. അതിന് നമ്മുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1500 രൂപ മാത്രം വരും കേട്ടോ. ആ ഒരു മീറ്റിന് മാത്രം 1800 രൂപ വരും. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഗവാനാസ് ഗിൽഡിന് മുകളിൽ 2 കാക്കകൾ ഇരിക്കുന്നുണ്ടോ. ഇവിടുത്തെ കാക്കകൾ നമ്മുടെ നാട്ടിലെ പോലെ മൊത്തം കറുപ്പല്ല കേട്ടോ. കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു വൈറ്റ് പാച്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വക്കീലന്മാരൊക്കെ കോട്ടിട്ട് കഴിയുമ്പോൾ അതേപോലെ ആയിട്ട് ഇരിക്കണം. ശരിക്കും അതേപോലെ ഇരിക്കണം, ഒരു വൈറ്റ് പാച്ച്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. എവിടെയെങ്കിലും ഇപ്പൊ കിടന്ന് ഞാൻ ഉറങ്ങുമോ? നല്ല തട്ടി എല്ലാവരും. അപ്പോൾ ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, വീണ്ടും സദേൺ ഹെമിസ്ഫിയർ ഭാഗത്തേക്ക് ഓടിക്കുകയാണ്. ഇക്വേറ്റർ ആണ്. അങ്ങനെ നമ്മളിത് ഇക്വേറ്ററിൽ എത്തിയേക്കാം കേട്ടോ. കെനിയ, ദ സൈൻ ഈസ് ഓൺ ദ ഇക്വേറ്റർ. നന്യൂക്കി, ഓൾട്ടിറ്റ്യൂഡ് 6389 ഫീറ്റ്. അപ്പോൾ അതേ ഭൂമധ്യ രേഖയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകട്ടെ, 2 കാലും കൂടി വെക്കാം. അപ്പോൾ നമ്മൾ ദേ പോകുന്നു സദേൺ ഹെമിസ്ഫിയറിലേക്ക്. ഈ ലൈൻ കിടക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൽ എത്തിയേക്കാണ് കേട്ടോ. ദക്ഷിണ അർദ്ധഗോളം, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കിടക്കുന്നു വടക്കേ അർദ്ധഗോളം. അപ്പം അങ്ങനെ ടിൻപിൻ സ്റ്റോറീസ് എത്തിയിരിക്കുന്നു ഇക്വേറ്ററിൽ. ഇക്വേറ്റർ ശരിക്കും ആഫ്രിക്കയിൽ കുറേ രാജ്യങ്ങൾ കൂടെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കെനിയയുടെ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ സെൻട്രൽ പോയിന്റ് കൂടെ ശരിക്കും ഇങ്ങനെ അതിൻ്റെ നടുവിലിങ്ങനെ കീറി മുറിച്ചാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ലൈനാന്ന് വെച്ചോ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഭൂമിയുടെ ആ ഇക്വേറ്റർ ഇങ്ങനെ കറങ്ങി പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ കറങ്ങി ഇതിലേ തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ 40,075 കിലോമീറ്റർ ആവും കേട്ടോ. അതാണ് സർക്കംഫറൻസ് ഇക്വേറ്ററിൻ്റെ. പക്ഷേ നമ്മൾ ഇത് തന്നെ ഇവിടുന്ന് ഇങ്ങനെ പോൾ ചുറ്റി വന്നു കഴിഞ്ഞാൽ അത് 40,008 കിലോമീറ്ററാണ്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബൾജ് ഉണ്ട് എർത്തിന്. അതായത് പോൾസിന് ചെറിയൊരു ഫ്ലാറ്റൻ ഇതാണെങ്കിൽ
ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബൾജ് ഉണ്ട്. അപ്പം ഈ ഒരു സർക്കംഫറൻസ് അല്ല ഈ ഒരു സർക്കംഫറൻസ്, രണ്ടിലും വ്യത്യാസമുണ്ട്. Vicky, how are you? I'm good, how are you? I'm fine, thank you. Yeah. So I'm requesting Yeah. first you see you learn more about the equator. Yeah. After everything, you see my shop number 12. Okay. Yes. I'll be more than happy. Yeah, I'll try. You try? Yeah. No problem. Thank you so much. We have the teacher. Yeah. Let's do his work. Okay. Then later. Welcome. Sure. Thank you. അപ്പം ചേട്ടൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പാട്ടോ. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം അതിൻ്റെ അടിയിലൊരു ഓട്ടം ഉണ്ടെങ്കിൽ ആ വെള്ളം പോകുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അത് ദിസ് ഇസ് കോൾഡ് കോർലിയോയിസ് ഇഫക്റ്റ്, റൈറ്റ്? Coriolis. കോറിയോറിലിസ്. Yeah, Coriolis. ഓക്കെ. അപ്പോൾ So, this is the minimum distance of 20 If the meters northern clockwise അല്ലേ hemisphere, കറങ്ങുന്നത്? where you can see the water rotates clockwise. As you can see in north, the water behaves like a watch. ഓക്കെ. Again, when you see down here, ആ not really straight, it makes some spirals, somehow zigzag. And this is what we call it the Coriolis effect. ഓക്കെ. Are you okay with the northern hemisphere? Are you okay? Yeah. 7 meters southern hemisphere. ഇത് ശരിക്കും ഉള്ള കേട്ടോ, കോറിയോലിസ് ഇഫക്റ്റ് എന്നാണ് അതിന് പറയണത്. അപ്പോൾ ഇവിടെ അത് ആ ഒരു ചുഴി പോലെ വരില്ലേ, അത് ക്ലോക്ക് വൈസ് തിരിയും. നമ്മളിനി ഇത് സദേൺ ഹെമിസ്ഫിയറിലേക്ക് കയറി ഇവിടെ എത്തുമ്പോൾ ആ ചുഴി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും കേട്ടോ തിരിയുക. അപ്പോൾ ഇവിടെ അതെ ആൾ അതേപോലെ വെച്ചു. അപ്പോൾ അതേ വെള്ളം അത് ഇങ്ങോട്ടാണ് തിരിയണേ. Anti-clockwise Okay. in southern hemisphere. You Yeah. know, this is the way to find where equator it is. Because equator itself is an imaginary line. ആ We want to prove it. യാ. The same as spirals. അപ്പോൾ നേരത്തെ അത് ഇങ്ങോട്ടാണ് തിരിഞ്ഞതെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ അത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാട്ടോ ആ സ്പൈറിൽ കറങ്ങണേ. അതായത് വെള്ളം പോകുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ യു കീപ് ഇറ്റ് ഓൺ ദി ഇക്വേറ്റർ? You will go there. ഓക്കെ. Are you okay? യാ യാ ഓക്കെ. Let's see at the center. ഇനി ഇക്വേറ്ററിൽ വെച്ചിട്ട് നോക്കാം കേട്ടോ നമുക്ക് എന്താ ഉണ്ടാവണേന്ന്. So here, ഓക്കെ. no rotation, no spirals. The water goes straight down to shoulder. This is an equator of 0 degree. ഓക്കെ. ഇവിടെ തിരിയില്ല, കറങ്ങില്ല, ഒന്നുമില്ല കേട്ടോ. ഇക്വേറ്ററിന് ഇവിടെ എത്തിയപ്പോൾ അത് അങ്ങനെ നിൽക്കുക എന്നാണ് പറയണത്. വെള്ളം പോകുന്നതും ഇതേ കറക്റ്റ് നൂല് പോലെ, അതിൽ സ്പൈറലും ഇല്ല, ഒന്നുമില്ല. ആളത് കറക്കി നോക്കി, അപ്പോഴും അത് കറങ്ങണില്ല, അങ്ങനെ വീഴുകയാണ് കേട്ടോ. അത് കൊള്ളാം കേട്ടോ. ഓക്കെ. You are okay? യാ. Thank you very Thank you. much for Thank your you. attention. ഇതറിയായിരുന്നോ? So, സംഭവമല്ലേ, അടിപൊളിയല്ലേ? ഞാൻ പണ്ട് എപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ. അപ്പം ഇതെന്തിനാ അത്? സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കി. എന്തിനാത്? ഞാനിവിടെ വന്നു എന്നുള്ളതിനാ? അതിന് വീഡിയോ അല്ലേ? ആ ഇക്വേറ്ററിൽ വന്നതിന് When you go, തരും കേട്ടോ. yeah, your permit, you can put your names. ഓക്കെ. ഓക്കെ, താങ്ക് യു. അവരെൻ്റെ അടുത്ത് കുറേ നേരമായി പറയണം വരണം 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 എന്ന്. അപ്പോൾ അവരുടെ ആ ഒരു ശുഷ്കാന്തിക്ക് വേണ്ടിയിട്ട് പോകാട്ടോ. Welcome. ഓക്കെ. How much are these? 500. No. How much? Say the price. In We are friends. How much? that is way too much. Just tell me. No. Tell me, Mama. I will pay this. No problem. 500. ഇത് ഞാൻ മറ്റേ ശാലയിലെ ഭാഗത്ത് പോയപ്പോൾ How much? 200 അവിടെ പറഞ്ഞു. ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. ആ അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് So how much? You tell me, you give me good rate. Okay, make 300. How many are you taking? I'll take 3 for 300. 3. 100 each. Make 100, 200 each. And- You make 500 for 3. No. Even not 6. I'll take 300. 3 piece for 300. 3 piece for 300. Yeah. Take. Thank you so much. No problem. 3 ആനക്കുട്ടിയെ വാങ്ങി. സാരില്ല, അവർ ഇത്രയും പറഞ്ഞതല്ല, അതുകൊണ്ടാണ്.
എത്ര കൊടുക്കാം? 150 ഷില്ലിങ്. സോപ്പ് സ്റ്റോണാ 300 ഷില്ലിങ്. 3 മതി. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ഇപ്പൊ ചീത്ത പറയുന്നു. ഇക്വേറ്ററിൽ നിന്നും വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് വൈകുന്നേരം കെനിയയിൽ നിന്ന് എനിക്കൊരു കല്യാണാലോചന വരുന്നു. നനച്ചു കുടപ്പാക്കല്. അതില് വണ്ടി ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റി അവിടെ ഓരത്ത് കിടക്കുന്ന ഒരു ട്രെയിലർ കഫേയിൽ കയറി പാഷൻ ഐസ് ടീയും കോഫിയൊക്കെ ഓർഡർ ചെയ്തു. ആകാശം ക്ലിയർ ആയാൽ ഇവിടെ നിന്ന് മൗണ്ട് കെനിയയുടെ ഒരു ഉഗ്രൻ വ്യൂ കിട്ടുന്നതാണ് അതിൽ പറയണത്. ഈ ജ്യൂസും കുടിച്ച് ഒരു 1.5 മണിക്കൂർ ഇവിടെ മൗണ്ട് കെനിയയുടെ വ്യൂസിനായിട്ട് വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ. മേഘങ്ങളെല്ലാം സഹകരിച്ചാൽ ഇത് ഇങ്ങനെ ഇരിക്കും വ്യൂ. പക്ഷേ പ്രകൃതി ഹാഡ് അതർ പ്ലാൻസ്. മഴ തോർന്നിട്ടും ഒരു അനക്കവും ഇല്ലാത്ത കണ്ടപ്പോൾ മൗണ്ട് കെനിയ കാണാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കൊരു ലോക്കൽ മാർക്കറ്റ് തപ്പിപ്പിടിക്കണം. നല്ല നാടൻ കെനിയൻ വൈബ്സ് ഉള്ള ഒരു ലോക്കൽ വെജിറ്റബിൾ മാർക്കറ്റ്. അങ്ങനെ പോകുന്ന വഴി ഇരുട്ടായപ്പോണ്ടല്ലോ ഒരു മാർക്കറ്റ് കണ്ടു സൈഡിൽ. അധികം വെളിച്ചൊന്നുമില്ല, പക്ഷെ ഇവിടെ വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ നേരത്തെ ഫ്രൂട്ട്സിൻ്റെ കടയിൽ കണ്ട പോലെ ഇറങ്ങട്ടെ പുറത്തേക്ക് വന്നു കേട്ടോ. അല്ല അടുത്തേക്ക് വന്നു. ഇല്ല, എന്തൊക്കെയോ പറയണ്ട എൻ്റെ അടുത്ത്, എനിക്കറിയില്ല. അവിടെ അതുലിനെ പൊതിഞ്ഞു. പാവങ്ങൾ കേട്ടോ, അവരുടെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഇത്രയും കഷ്ടപ്പെടണേ. അപ്പോൾ ഇത് കിബിങ്കോട്ടി മാർക്കറ്റ് ആട്ടോ. കിബിങ്കോട്ടി മാർക്കറ്റ് എന്തോ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിറച്ചും വെജിറ്റബിൾസ് ആണ്. ഇത് ഇവിടെ കപ്പയോ കാച്ചിലോ അങ്ങനെ എന്തോ സാധനം കേട്ടോ. ഇവിടെ അവക്കാഡോസ് ഉണ്ട്, തക്കാളി ഉണ്ട്, മത്തങ്ങ ഉണ്ട്. നോ ഐ എം ജസ്റ്റ് ഹലോ ഹായ് ഹായ്. അതിൽ മുമ്പിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല സാധനങ്ങളാട്ടോ. എനിക്ക് വെറൈറ്റി ആയിട്ടൊന്നും കണ്ടില്ല. ഇത് അവക്കാഡോ ഉണ്ട്, പഴം ഇരിക്കുന്നുണ്ട്, റോബസ്റ്റാന്ന് തോന്നുന്നു. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിന് പറയാം എന്തോ ഗാർഡാണ്, എന്തോ തരം ഗാർഡാണ്. വാട്ടർമെലൺ ഉണ്ട്, തക്കാളി. എന്തൊരു ബഹള. I'm good. How are you? I'm with him. I'm with him. വലിയ മാർക്കറ്റാട്ടോ, ഭയങ്കര വലിയ മാർക്കറ്റ്. ആൾക്കാർ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചിലതൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഇത് ഇത്രയും ഏരിയ ആണ്. ആ ഒരു ഏരിയ ഒക്കെ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പച്ചക്കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ, പച്ചക്കറിയും ഫ്രൂട്ട്സും മാത്രമേ ഉള്ളൂ. എന്തൊരു ഒച്ചമ്പേളാന്ന് ഇതിൻ്റെ ഉള്ളിൽ, ഭയങ്കര ഒച്ചമ്പേള. ഹലോ ഹായ്. Hello, you need melon? No ma'am. Thank you. You need what? Fruits? No, I came with a friend. Thank you ma'am. No, thank you. Can I sell for you something here? No, I came with a friend. Okay. Just walking around. You dressing looks very good. Thank you. The cap also looks good. Yeah. What's your name? My name is Steve. Your name is Steve. Steve. Yeah. Nice to meet you, Steve. Yeah. Do you have purpose? No, ma'am. Thank you. This one? Okay, see you. Yeah. Bye. Yeah. Have a nice day. നല്ല ഡ്രസ്സിങ് കണ്ടോ. വൈറ്റ് ടീഷർട്ട്, പാൻറ്, വൈറ്റ് ഷൂസ്, വൈറ്റ് തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല ഡ്രസ്സുണ്ട്. ആളവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മാർക്കറ്റിൻ്റെ ഭാഗങ്ങൾ. ഫോട്ടോ യെസ് വി ക്യാൻ. യാ ഓക്കെ. യാ ദിസ് ഇസ് ഓക്കെ. Yeah, we'll take one photo like this. Yeah, no, you can take. Yeah, Yeah. that's me. Okay. Thank you. Yeah.
ഓക്കെ ബൈ. എന്ത് രസമല്ലേ, മനുഷ്യന്മാർ എത്ര നല്ല ആൾക്കാരാണ്, എവിടെ പോയാലും നല്ല ആൾക്കാരാണ്, ഫ്രണ്ട്ലിയാണ് ആൾക്കാരൊക്കെ. ഇവിടുത്തെ ക്യാരറ്റൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ ഈ ഒരു ഭാഗത്ത്. ഈ പയ്യൻ കുറേ നേരമായിട്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഹലോ, ക്യാമറ കാണാനാട്ടോ. അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഉണ്ട്, കുറേ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്. അവരത് അരിഞ്ഞ് അതൊരു ബാസ്ക്കറ്റിലാക്കി കൊടുക്കുന്നു, അങ്ങനെ വിൽക്കുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടോ ഇതിൻ്റെ അകത്ത് കയറിയത്. ഞങ്ങൾ ഇതിനു മുമ്പ് പല മാർക്കറ്റിൽ നിർത്താൻ നോക്കി, പക്ഷേ ഭയങ്കര മഴയായിരുന്നു വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പെട്ടെന്ന് ഈ മാർക്കറ്റ് കണ്ടപ്പോൾ ഇരുട്ടായി, എന്നാലും നിർത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ്. 100, 400. You are my friend. Okay, thank you. Yes. Yeah, you are my friend too. Yeah. You have a wife. Yes, I do have. You have. Yes, I have. And children. She is in India. I do have a wife. Yeah. Children. 5. Sorry? 5 children. No, I don't have children. But I have a wife. Yeah. But you have a wife. Yes, I do have. Without children. Yeah. Without children, yeah, you can have a wife without children. Yes. No, thank you. Thank you. Me, I have. You have a husband? You marry me. No, I'm married. I'm married. You marry me. No. No, I'm married. You. Yeah. You're married. Yes, I'm married. Me, I want you. No. No. Okay. Bye. Nice to meet you. Thank you. Bye. അഞ്ച് മിനിറ്റ് കൂടി തന്ന എൻ്റെ കല്യാണം കഴിഞ്ഞാണ്. ഓക്കെ, ഗുഡ്. അപ്പം എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു പയ്യൻ കൂടെ നടക്കണമെന്നല്ലേ. അപ്പോൾ ലാസ്റ്റ് മനസ്സിലായി ആ പയ്യന് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പയ്യൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം സംസാരിക്കാൻ നോക്കി, പക്ഷേ ആ പയ്യൻ സംസാരിക്കുന്നതല്ല. അപ്പോൾ അവിടെ ഒരു ആൻറ്റിയാണ് പറഞ്ഞത് ആ പയ്യൻ സംസാരിക്കില്ല. അപ്പോൾ എന്തായാലും ദേ ഒരു ചാക്ക് സാധനം മേടിച്ചു എന്ന് പറഞ്ഞു. അതിലാകെ ദേ ഒരു പടല പഴമായിട്ടാണ് അവിടെ വന്നേക്കണേ. അപ്പോൾ ഇതെല്ലാം വണ്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നു. ബൈ. അതെനിക്കിഷ്ടായി. എത്ര രൂപയ്ക്ക് സാധനം മേടിച്ചു അതിൽ? 1200 ഷില്ലിങ്ങിന് വാങ്ങി. പിന്നെ അത് സംസാരിക്കാത്ത കുട്ടിക്ക് മിഠായി വാങ്ങാൻ കാശ് കൊടുത്തു. അപ്പോൾ എന്തായാലും വീഡിയോ അടിപൊളിയല്ലേ അവസാനമായപ്പോൾ? അതെ. ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ചിലപ്പോൾ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ കേട്ടാ. എത്ര പേര് മുട്ടി? 2 പേരല്ലേ? ഒരാൾ മുട്ടിയുള്ളൂ. ഒരാൾ മുട്ടിയുള്ളൂ. കല്യാണം ഒരു ആഫ്രിക്കൻ കല്യാണം ആയാലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. ഞങ്ങൾ നേരെ തിരിച്ച് നൈറോബിക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ആഫ്രിക്കൻ എക്സ്പെഡീഷൻ്റെ പുതിയൊരു എന്താ പറയുക ഒരു ഫേസിലേക്ക് കടക്കുകയാണ് നമ്മൾ. എന്താ പറയുക, അടുത്ത വീഡിയോയിൽ പറയാം ആ കാര്യങ്ങളൊക്കെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ 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 ബൈ.